ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയ്ക്കൊരു കാരണമൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ വിചാരിച്ചു ഒന്ന് ബത്തേരി വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഉച്ചയായപ്പോഴാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഭാഗ്യം എന്ന് പറയാൻ ബസ് കാത്ത് എനിക്ക് അധികം നേരം നിൽക്കേണ്ടിയൊന്നും വന്നില്ല കേട്ടോ. ചാടി കയറി സൈഡ് സീറ്റ് നോക്കിയിരുന്നതാണ്. വെയിലെൻ്റെ കണ്ണിലേക്കാണ് അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ബത്തേരി എത്തിയിട്ടുണ്ട്. ഒരു 2-2.5 മാസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ബത്തേരി വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അവൻ അത്യാവശ്യം നല്ല രീതിക്ക് എന്നെ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ തന്നെ ചോറ് കഴിക്കാൻ വരാനുള്ള ഒരു കാരണം ഇവിടെ കിട്ടുന്ന ഒരു പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ആ പൈനാപ്പിൾ പച്ചടി മാത്രം മതി കേട്ടോ നമുക്ക് നല്ലോണം വയറ് നിറയെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. അത് കഴിക്കാനായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ സാമ്പാറും മീൻകറിയും ഉപ്പേരിയും കൂട്ടുകറിയും അച്ചാറും പുളിയിഞ്ചിയും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂട്ടി കുഴച്ചൊരു പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് മത്തി പൊരിച്ചതും നത്തള് പൊരിച്ചതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ആ പൈനാപ്പിൾ പച്ചടി മാത്രം മതി കേട്ടോ ഇവിടുത്തെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഭംഗിക്ക് വാങ്ങിയത് മാത്രം. അങ്ങനെ പൈനാപ്പിൾ പച്ചടിയും ഒരു കഷ്ണം മീനും ആ സാമ്പാറൊക്കെ കൂട്ടി കുഴച്ചൊരു പിടിക്കുമ്പോൾ എൻ്റെ ഗായ്സ് അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ വയ്യ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഒന്നും കൂടെ പോയി കഴിക്കാനുള്ള ആ ഒരു കൊതിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ പൈനാപ്പിൾ പച്ചടിക്ക്. അങ്ങനെ അവിടെ നിന്ന് വയറ് നിറയെ ചോറൊക്കെ കഴിച്ചതിൻ്റെ ആ ഒരു തെളിച്ചമാണ് കേട്ടോ എൻ്റെ മുഖത്ത് കാണാനുള്ള. എനിക്ക് എന്താണെന്നറിയില്ല, കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ മനസ്സും വയറും നിറഞ്ഞ് ചോറ് കഴിച്ചപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിറങ്ങി നേരെ പോയിട്ടുണ്ടായിരുന്നത് സ്റ്റുഡിയോയിലേക്കായിരുന്നു. ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ഒക്കെ പ്രതീക്ഷിച്ചാണ് കേട്ടോ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എൻ്റെ പ്ലാനിങ് മൊത്തം തെറ്റിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ടായിരുന്നു, അതുപോലെ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഞാൻ എടുത്ത് നോക്കിയത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാൻ അതുപോലെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു ജീൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജീൻസ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അധികം നോക്കാനൊന്നും നിന്നില്ല, ഇതെടുക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു കേട്ടോ. വയനാട്ടിലെ തണുപ്പൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു സ്റ്റുഡിയോക്കാർ അത്യാവശ്യം നല്ല ഹുഡീസിൻ്റെ കളക്ഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവിടെ വെക്കുകയും ചെയ്തു കേട്ടോ. ഹോസ്റ്റലിലേക്ക് പോകുന്നത് കൊണ്ട് ഹുഡീസൊന്നും എടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല. ഇവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ക്ലൈമറ്റും നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയാൽ ചൂടെടുത്ത് ചാവും. അങ്ങനെ ഈ ജീൻസ് എടുക്കണമെന്ന് 2 വട്ടം ഒന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം എടുക്കാമെന്നങ്ങ് തീരുമാനിച്ചു. ജീൻസിന് പറ്റിയ ടോപ്പ് അന്വേഷിക്കലായിരുന്നു കേട്ടോ അടുത്ത ടാസ്ക്. കുറേ നോക്കിയെങ്കിലും എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ ഈ ഒരു റെഡ് ഷർട്ടിൽ അങ്ങ് ഉറപ്പിച്ചു കേട്ടോ. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബ്ലൂ ജീൻസിൻ്റെ കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഇട്ട് നോക്കിയപ്പോൾ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ഞാൻ അവിടെ കിടന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അതുപോലെ തന്നെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ജീൻസിന് പറ്റിയ ടോപ്പൊന്നും കിട്ടാത്തതുകൊണ്ട് നേരെ കുർത്തീൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒന്ന് അരിച്ച് പെറുക്കിയിട്ട് ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. കുറേ എടുത്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിത് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രൈസ് 799 ആണ് വരുന്നത്. ഈ ഒരു പ്രൈസിന് ഈ ഡ്രസ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതും വേണ്ടാന്ന്. അങ്ങനെ ഇത് തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ട് നേരെ പോയത് ടീഷർട്ടിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. ടീഷർട്ടിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ അധികം നോക്കേണ്ടി ഒന്നും വന്നില്ല. ഏതെങ്കിലും ഒരു കളർ ഫിക്സ് ചെയ്യേണ്ട ടാസ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാം എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
വൈറ്റ് പിന്നെ ഞാൻ എടുക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതവിടെ തന്നെ വെച്ചു. അങ്ങനെ കുറേ നോക്കി ഒരു പിങ്ക് ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. ഡ്രസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ പോയത് ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഞാൻ ഇതുവരെ സ്റ്റുഡിയോന്ന് ലിപ്സ്റ്റിക്ക് വാങ്ങി യൂസ് ചെയ്തിട്ടില്ല. പിന്നെ വെറുതെ ഒന്ന് പോയി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള പിങ്ക് ടീഷർട്ട്. അങ്ങനെ അവിടെ പോയി ഒന്ന് ചുറ്റും നോക്കി. നമുക്ക് ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു സീനങ്ങ് മാറി. പിന്നെ നമ്മൾ എല്ലാ സെക്ഷനിലും ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നൊരു ബോഡി ലോഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയെന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വേഗം തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കമ്മലിൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് വെറുതെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കമ്മലുകളുണ്ട്. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിങ്ങിന് വന്നതുകൊണ്ട് ബഡ്ജറ്റ് അധികം എടുത്ത് ചിലവാക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കിട്ടിയ സാധനങ്ങളും പെറുക്കിയെടുത്ത് ബില്ലാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ബില്ലാക്കാൻ പോയയിടത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. അങ്ങനെ ബില്ലാക്കി ഞാൻ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി ബസ്സും കയറി വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ബായ്.